ഹായ് ഗൈസ്, നമ്മളൊരു ചെറിയൊരു ട്രിപ്പിന് പോകാമെന്ന് വിചാരിച്ചു. ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പൊന്നും അല്ല ഇത്. ഇപ്പയുടെ 2 ഫ്രണ്ട്സ് ഉണ്ട്, അവരൊന്ന് മീറ്റ് ചെയ്യാൻ പോകണം. കോഴിക്കോട് ആ ഒരു സൈഡിലാണ് ഒരാളുടെ വീട് വരുന്നത്. അപ്പോൾ 6 മണിക്ക് എണീക്കാൻ പറഞ്ഞു, ഞാൻ 7 മണിക്ക് എണീറ്റു. സത്യം പറഞ്ഞാൽ എനിക്ക് രാവിലെ നേരത്തെ നീക്കാന്ന് പറയുന്നതിൻ്റെ അത്ര ടാസ്ക് വേറെ ഒന്നുമില്ല. എനിക്ക് ഭയങ്കര മടിയാണ് നേരത്തെ നീക്കാൻ. പിന്നെ ഞാനൊരു ടീ ഓർ കോഫി ലവർ ഒന്നുമല്ല. ഈ ഒരു ടീ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഷോക്ക് വേണ്ടി എടുക്കുന്നതാണ്. വലിയ പ്ലാനിങ് ഒന്നുമില്ല, ജസ്റ്റ് അവരെ മീറ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോരണം. ഇത്രയും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ വ്ളോഗിങ് പരിപാടിയിൽ എനിക്ക് അത്ര വശമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം ക്ലിപ്സ് ഒന്നും എടുത്തിട്ടില്ല. ആകെ അവിടെ ഇവിടെയും പോയ ജസ്റ്റ് ഒരു 1 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡ് അങ്ങനെയുള്ള ക്ലിപ്സ് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഓൾമോസ്റ്റ് എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ലെനയോട് പിന്നെ അവസാനത്തേക്ക് എത്ര പോവാന്ന് പറഞ്ഞാലും ആ ഒരു ലാസ്റ്റ് മൊമെന്റിലോട്ടെ ഓള് റെഡിയാവാൻ വേണ്ടി നിൽക്കുള്ളൂ. അങ്ങനെ ഞാൻ സെറ്റായി. അപ്പോൾ നമ്മൾ പോവാണ്. പിന്നെ കാറിൽ കയറേണ്ട താമസമുള്ളൂ, ഓള് സൈഡാവും. പ്രത്യേക തരം ജീവിതമാണ് ഓളത്. ഒക്കെ ഇങ്ങനെ ഉറങ്ങാൻ പറ്റുന്നാവോ. ഒരു ബ്രേക്കൊക്കെ പിടിച്ച ഓള് നിലത്തേക്കാരം. പിന്നെ അവിടെയുള്ള ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു. ആളുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ബീച്ച് ഉണ്ടായിരുന്നത്. അപ്പം പിന്നെ ബീച്ചിൽ പോകുമ്പോൾ അങ്ങോട്ട് പോകണമല്ലോ, അതായത് അങ്ങോട്ട് പോകുമ്പോൾ ബീച്ച് ഉണ്ടെങ്കിൽ അവിടെ പോകണമല്ലോ. അങ്ങനെ ബീച്ചിലൊക്കെ പോയി. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അധികം ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പൊരിഞ്ഞ വെയിലായിരുന്നു. ആ പൊരിഞ്ഞ വെയിലത്താണ് ഞാൻ പോകുന്നത്. പോയ അതേ സ്പീഡിൽ ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നുണ്ട്. എന്ത് കാര്യത്തിനാണോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടൊക്കെ ഇറങ്ങിപ്പോയത്. പിന്നെ ബീച്ച് പോയാൽ എനിക്കൊരു സ്വഭാവമുണ്ട്. അവിടെയുള്ള ഷെല്ല് മുഴുവൻ ഞാൻ പെറുക്കും. എന്നിട്ട് ഞാൻ പെറുക്കുന്ന കണ്ടിട്ട് അവിടെയുള്ള എല്ലാവരും എന്നെ നോക്കണ്ടായിരുന്നു. ഞാനതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. എന്നാലും ഞാൻ കുറേ പെറുക്കിയെടുത്ത്. പിന്നെ എല്ലാവരും എന്നെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നോടും എൻ്റെ കൂടെ ഒന്ന് പെറുക്കാൻ പറഞ്ഞു. അങ്ങനെ ഓളും കുറേ പെറുക്കി, കുറേ ഷെല്ലൊക്കെ കിട്ടി. എത്ര കണ്ടാലും ഞാൻ പിന്നെയും പിന്നെയും പോകാൻ പറയുന്ന ഒരു സ്ഥലമാണ് ഈ ബീച്ച് എന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോയിരിക്കാനായിട്ട്. ഒരുപാട് ക്ലിപ്സൊന്നും ഞാൻ ഇതിലെടുത്തിട്ടില്ല, കാരണം അങ്ങനെ എടുക്കാൻ എനിക്കറിയില്ല. പിന്നെ ഓരോ സ്ഥലം കാണുമ്പോഴാണ് ഇതെടുക്കാം അങ്ങനെയുള്ള രീതിയിൽ ഞാൻ ഓരോന്നും എടുത്തുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ജസ്റ്റ് ഒന്ന് വയനാട് ചുരം കൂടെ കയറാമെന്ന് വിചാരിച്ച് പോയ സമയത്ത് നല്ല ബ്ലോക്കായിരുന്നു. ഒരു 1.5 മണിക്കൂർ നമ്മൾ ബ്ലോക്കിൽ പെട്ടുപോയി. പിന്നെ അവിടുന്ന് നേരെ നോളജ് സിറ്റിയിൽ പോയി. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇതിനെപ്പറ്റി ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും ഇത് ഈ ഒരു സ്ഥലത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ ജസ്റ്റ് അതിൽ കൂടെ ഒന്ന് പോയിന്നുണ്ടായിരുന്നുള്ളൂ. അവിടെ ഒന്ന് ഇറങ്ങാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് നേരെ ചുരം കയറാനുള്ളതായിരുന്നു. ഓൾറെഡി നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് ടൈം അവിടെ. ഇങ്ങനെയൊക്കെ ഒരു വഴിക്ക് ഇറങ്ങിയിട്ട് ഇതാ ഈ സാധനത്തിനെ കണ്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല. ഗിവ് അവേ ഗിഫ്റ്റ് ഞാൻ കൊറിയർ അയക്കാൻ പോയി. അഡ്രസ്സ് നോക്കിയപ്പോൾ ഏതൊക്കെയോ സബ്സ്ക്രൈബേഴ്സ് വയനാട് നിന്നൊക്കെ ഉണ്ടായിരുന്നു. വയനാട് എവിടെയെന്നൊന്നും എനിക്ക് കറക്റ്റ് ചെയ്യാൻ നോക്കിയില്ല. വയനാട് നിന്നുള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൊല്ലം, അങ്ങനെ എവിടെ നിന്നൊക്കെ ഉണ്ടായിരുന്നു. സത്യത്തിൽ നിങ്ങളൊക്കെ എവിടെയാണ് വീട് വരുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ലോട്ട് ഓഫ് കുരങ്ങന്മാരെ കണ്ടു. തൃപ്തിയായി. ഒറ്റങ്ങൾക്കും കുറേ തിന്നാനൊക്കെ ഇട്ടെടുത്തു. ഒരാൾ കാറിൻ്റെ ഉള്ളിലൊക്കെ ചാടിക്കയറാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആ ഒരു ബ്ലോക്കിൽ പെട്ടിക്കുന്ന ടൈമിലെടുത്ത വീഡിയോസൊക്കെയാണ്. കുറേ സ്റ്റക്കായി നിന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ മെല്ലെ മെല്ലെ പോയി. ഒരുപാട് ടൈം എടുത്തു. ഞങ്ങൾ പ്രോപ്പറായിട്ട് ശരിക്കും വയനാട് എത്തിയിട്ട് ഏതെങ്കിലും പാർക്കിലൊക്കെ കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും 6:15 ആയിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ പാർക്കും ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓപ്പൺ ആയ ഒന്നുണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് ലെനക്ക് സിപ്പ് ലൈന് അങ്ങനെ എന്തിലൊക്കെയോ കയറണം എന്ന് പറഞ്ഞ് അങ്ങനെ ഓൾ അതിന് വേണ്ടി റെഡിയാക്കിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയുള്ള അഡ്വഞ്ചേഴ്സൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. അതെന്താണെന്നറിയില്ല. പക്ഷേ ഇവള് നേരെ ഓപ്പോസിറ്റാണ്. ഇവൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഹൈറ്റൊന്നും ഒരു പേടിയില്ല. ഭയങ്കര കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഓൾ അതിന് വേണ്ടി റെഡിയായി കയറാൻ പോവാണ്. ഓടത്ത് ഞാൻ പേടിയുണ്ടോ ചോദിച്ചപ്പോൾ എന്ത് പേടി, എനിക്ക് പേടിയൊന്നുമില്ല എന്നാണ്. പക്ഷേ ഈ സ്റ്റെപ്പ് കയറി കുറച്ച് ഹൈറ്റ് എത്തിയപ്പോൾ ഇപ്പം എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് നടക്കുന്ന പരിപാടിയില്ലെന്ന്. അങ്ങനെ ഞാൻ താഴത്തേക്ക് ഇറങ്ങി. ഓൾ അതിമേക്കൂടെ പോയി. ഓൾ കൂളായിട്ട് പോയി ടാറ്റ ബൈ ബൈ ഒക്കെ പറയുന്നുണ്ടായിരുന്നു അവിടെ നിന്നിട്ട്. അത്യാവശ്യം നല്ല ലോങ്ങിൽ പോകുന്നുണ്ട്. എനിക്കിത് കണ്ടപ്പോൾ പോകണം എന്ന് ആഗ്രഹം ഉണ്ടായി. പിന്നെ എന്തോ വേണ്ടാന്ന് വെച്ച്. എന്തിനാ വെറുതെ. ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ല, മറ്റേ ആകാശത്ത് കൂടെ ഇങ്ങനെ ഊഞ്ഞാലാടൂലേ, അതിലാണ് ഞാൻ കയറാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അതൊക്കെ ക്ലോസ്ഡായി. ഞങ്ങൾ ഇനി വേറൊരു ദിവസം ഇങ്ങനൊരു ട്രിപ്പായിട്ട് തന്നെ വയനാട് വന്ന് സ്റ്റേ ചെയ്ത് ഇങ്ങനെയുള്ള എല്ലാം എൻജോയ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഓളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഓൾ അവിടെ കൊണ്ടുപോയി ഇറക്കിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ നടന്ന് വരണം. ആക്ച്വലി അത് തിരിച്ചും കൂടി ഇങ്ങോട്ട് ആക്കിയെങ്കിൽ വരാനൊരു സുഖമായിരുന്നു അല്ലേ. അങ്ങനെ ആ ഓളൊരു തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് വരുന്നുണ്ട്. ഓളിങ്ങനെ ഓടി വരുന്ന സമയത്ത് വീഡിയോ സ്ലോ മോഷനിലാക്കിയിട്ട് കുറേ BGM ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലോട്ട് ഓഫ് തേയില നമ്മളെ മൈൻഡിൽ പറിക്കുന്ന പറയണ്ടെങ്കിലും നമ്മൾ കൺട്രോൾ ചെയ്യണം. അങ്ങനെ ചെയ്യാൻ പാടില്ല. പറിച്ചില്ല ഞാൻ. അവിടുത്തത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു പാർക്കിലോട്ട് പോയി. അവിടെയും ഓപ്പൺ ആയിരുന്നു. പക്ഷെ വലിയ കാര്യമായിട്ടുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് എനിക്കും ആ ഒരു മുകളിൽ പോകുന്ന ആ ഒരു ഊഞ്ഞാലിൽ കയറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ പോയതാണ്. പിന്നെ ഓൻ എനിക്കൊരു കോഫിയൊക്കെ കൊണ്ടുവന്ന് നിന്നിട്ടുണ്ട്. ഞാനത് നേരെ ലെനക്ക് കൊടുത്തു. അങ്ങനെ കഴിച്ച് ഞാൻ അതിൽ കയറി. കയറുന്ന ഒരു സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഹൈറ്റിൽ ഇങ്ങനെ പോകുമ്പോൾ. പിന്നെ കുറച്ച് അവിടം വരെ പോയി. പിന്നെ അവർ തിരിച്ചിങ്ങോട്ട് നോക്കൽ. അപ്പം ഞാൻ പിന്നെ കോൺഫിഡൻ്റായി. അപ്പോൾ പിന്നെ കൂളായി, ഓക്കെ ആയി. അങ്ങനെ ഒന്ന് കയറുന്നവരെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കയറി സംഭവം കുറച്ചങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ പോകും.
ഓൾമോസ്റ്റ് നൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ റൈഡിൽ ഇപ്പാക്കും ഉമ്മാക്കും കയറണം എന്ന് പറഞ്ഞു. ഇപ്പം ഇമ്മയും മോൾക്ക് വന്നപ്പോൾ മുകളിലെത്തിയപ്പോൾ ഇമ്മാൻ്റെ മൈൻഡ് മാറി, ഇമ്മാക്ക് പേടി. അപ്പം പിന്നെ ഇപ്പം ലെനിയും വീണ്ടും കയറി. ഓള് രണ്ടാമത്തെ പ്രാവശ്യം അതിൽ കയറിയിട്ടുണ്ട്. ഒരു പ്ലാൻ ചെയ്യാത്ത ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ എവിടെ എങ്ങനെയൊക്കെ പോകണം എന്നുള്ള കാര്യത്തിൽ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് അവിടെ ഇവിടെ കണ്ട സ്ഥലത്തൊക്കെ പോയി കുറച്ച് തേയിലത്തോട്ടത്തിൽ കയറി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഓളുടെ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞ് പിന്നെ എത്ര തണുപ്പാണെങ്കിലും ഐസ് അത് മസ്റ്റാണ്. എനിക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. കോഫി ടീ അതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ ഐസ്ക്രീം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വാനില എടുത്തു, അവൾ ചോക്ലേറ്റും എടുത്തു. ഒരു പ്രത്യേക തരം സന്തോഷമാണ് ഇന്നത്. അങ്ങനെ അവിടുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തുള്ള ഒരു ഷോപ്പിൽ കയറി. അവിടുന്ന് കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ ഈ ഒരു പില്ലോയും, അവൾക്ക് അതിലുള്ള ഒരു പില്ലോ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ നിന്ന് ഒരു പില്ലോയും കൂടെ എടുത്തു. പില്ലോ വാങ്ങാൻ നേരത്തെ ഞാൻ അവിടെ എന്തിനാ ഇതൊക്കെ വാങ്ങണേ, വേറെ എന്തെങ്കിലും തിന്നാൻ വാങ്ങിക്കോട്ടെ, അങ്ങനെയായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആ പില്ലോ വാങ്ങിക്കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഞാൻ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം അത്. അതിൽ പിടിച്ച് കഴിക്കാൻ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഫുഡിന് എനിക്ക് നല്ല വിശപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ബ്രോസ്റ്റും നൂഡിൽസ് പിന്നെ ഇപ്പോൾ പൊറാട്ടയും ബട്ടർ ചിക്കനുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാത്തുനിന്നും ഞാൻ കൈയിട്ടൊക്കെ വാരിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഭയങ്കര നൈറ്റായി വീട്ടിലോട്ട് പോയി. പോകുന്ന വഴിക്ക് ഞങ്ങൾ ആനനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആനനെ കണ്ട പേടിയിൽ ഞാനതൊന്നും എടുത്തില്ല. അങ്ങനെ ഒരു 11:30 ആയപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ ഇതൊരു വ്ളോഗ് എന്ന് പറയാനൊന്നുമില്ല. എന്തായാലും ഞാൻ പിന്നെ കുളിച്ച് കിടന്നുറങ്ങി. അപ്പോൾ ഓക്കെ.